ഹായ് നമസ്കാരം. ടേസ്റ്റ് വിത്ത് മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പയറില കൊണ്ടൊരു തോരൻ ഉണ്ടാക്കാൻ പോവാം. അപ്പം അധികം ഒന്നും പറയാനില്ല, നമുക്ക് നേരെ പയറില തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ വരുമ്പോൾ തന്നെ ഇഷ്ടം പോലെ പയറൊക്കെ ഈ സമയത്ത് നിറയെ പയറും പിന്നെ വഴുതനങ്ങയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ പൂത്ത് കായ്ച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫ്രഷായിട്ട് ഇല പറിച്ചിട്ടാണ് നമ്മളിന്ന് തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നോക്കാം. ചെറിയ ഇല പറിക്കണേ. ഇല നുള്ളിപ്പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഈ ഇലയുടെ അടിഭാഗത്താണെങ്കിലും ചെറിയ ചെറിയ പുഴുക്കളും അതുപോലെ തന്നെ ഈ ചെറിയ ചിലന്തിയൊക്കെ ഇങ്ങനെ കൂട് വെച്ചതൊക്കെ ഉണ്ടാവുമേ. അപ്പം അതുകൊണ്ട് നല്ലോണം വാഷ് ചെയ്തെടുക്കണം. ഒരു വലിയ പാത്രത്തിനകത്തിട്ട് ഫുള്ള് വെള്ളം നിറച്ചിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞെടുത്താൽ മതിയായിരിക്കും. എന്നിട്ട് ഇത് ഇതുപോലെ അടുക്കി പെറുക്കി വെച്ചിട്ട് ചെറിയ ചെറിയതായിട്ട് അരിഞ്ഞെടുക്കാം, നമ്മൾ ചീരയൊക്കെ അരിയണ പോലെ. ഇനി നമുക്കിത് കറി ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണം. തേങ്ങ, കറിവേപ്പില, ചുവന്ന മുളക്, കുറച്ച് ചെറിയുള്ളി, ഒരു 10 ചെറിയുള്ളി മതിയാവും. ഇനി പാത്രത്തിലോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് കടുകിട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴന്ന് വന്നു കഴിയുന്ന സമയത്ത് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണക്ക മാറി കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ഇല ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും ഇലയൊക്കെ, ഒരുപാട് നേരം വെക്കേണ്ട കാര്യമൊന്നുമില്ല. 2 തവണ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്കും ഇല പയ്യെ പയ്യെ വാടാനായിട്ട് തുടങ്ങും. അപ്പോൾ അതിനകത്തോട്ട് ചിരകിയ തേങ്ങ ഇതുപോലെ ഒന്ന് വെതറി കൊടുക്കുക. എന്നിട്ട് തേങ്ങയും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ തേങ്ങ ഇളക്കി എല്ലായിടത്തും ഒന്ന് പിടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് കയ്യിലെടുത്തിട്ട് എല്ലായിടത്തും ആവാൻ വേണ്ടി ഇതുപോലെ ഒന്ന് വെതറി കൊടുക്കുകയാണ്. അപ്പം എല്ലായിടത്തും ഒരുപോലെ ഉപ്പാവും. അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് ഇങ്ങനെ പിടിച്ചിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ കൈകൊണ്ട് വെതറി കൊടുത്തത്. ഇനി ഇത് മൂടി വെക്കണം. ഒരു 3 മിനിറ്റ് മൂടി വെച്ചാൽ മതിയാവും. അപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് ഇലയൊന്ന് മൊരിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പയറില തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുപോലെ വളരെ ന്യൂട്രീഷ്യസ് ആയ, വളരെ വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ ഉള്ള, അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റമൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു കറി കൂടിയാണിത്. പൊതുവെ ഇലക്കറികളും നാരടങ്ങിയ ഭക്ഷണമൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമല്ലോ. അപ്പോൾ ഇന്നത്തെ ഭക്ഷണം റെഡിയായി. ഞാനിന്ന് ഈ ചട്ടിയിൽ, എനിക്ക് വേണ്ടിയല്ല, ചേട്ടൻ്റെ മോൾ ഇവിടെ ഉണ്ട്, അവൾക്ക് ഈ ചട്ടിയിൽ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിന്ന് ചട്ടിയിലൊക്കെ ചോറൊക്കെ എടുത്ത് ഇലയൊക്കെ ഇതാക്കിയിട്ട് ഞാൻ തന്നെയാണ് ഉരുട്ടി വായിൽ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് കഴിക്കാൻ പോവാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.